ഇന്നത്തെ റെസിപ്പി ഒരു മീൻ മാങ്ങയിട്ട് വെച്ച കറീൻ്റെ റെസിപ്പിയാണ്. നമ്മളെ കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന നമ്മുടെ ഫിഷ് മാംഗോ കറിയില്ലേ, അതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ തന്നെ നമ്മൾ മീൻ മാങ്ങയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിലേ കഴിക്കാൻ. അപ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള കറി നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. അതുപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പുട്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അയില വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്, അത് തന്നെ എടുക്കണേ. അതുപോലെ തന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 5-6 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ സവാളേൻ്റെ ചെറിയ പകുതി ഭാഗം ഉണ്ടല്ലോ, അതും കൂടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും ഇതുപോലെ ഒന്ന് ചീന്തിയിട്ട് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവാള എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ ഉള്ളി കിട്ടുമെങ്കിൽ അത് തന്നെ മുഴുവനായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു സവാളയും ഒഴിവാക്കാം. ചെറിയ ഉള്ളി മുഴുവനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 എണ്ണം എടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ പെട്ടെന്ന് വാടി കിട്ടും. അതുപോലെ തന്നെ ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോയി പോകും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉപ്പ് ചേർക്കുന്നത് പോലെ തന്നെ നമ്മൾ കുറച്ച് സമയം ഇത് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ ഞാനിത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്തതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അടിക്ക് പിടിക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒന്ന് ഞെരടിയിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ കുറച്ചധികം കറിവേപ്പില നമ്മൾ ചേർക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് തൊട്ടും കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു തക്കാളിയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. അതിൻ്റെ പകുതി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പകുതി നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തക്കാളിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയൊക്കെയുള്ള തക്കാളി ഞാൻ എടുത്തത്. നല്ല പഴുത്ത കളറുള്ള തക്കാളി തന്നെ എടുക്കണേ. പിന്നെ നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് ഇതിൽ ഇടുന്നതിനേക്കാളും ചതച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റോ ചേർക്കുന്നതാണ് നല്ലത്. തക്കാളിയും നല്ലപോലെ ഒന്ന് വാടിക്കെട്ടി കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി നിർബന്ധമുള്ള കാര്യമല്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുകൊണ്ട് മാത്രമാണ് കുറച്ചളവിൽ ചേർത്തത് കേട്ടോ. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെ മുളക് പൊടിയും ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്തത്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ നല്ല മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചധികം എരിവുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ എടുത്താൽ മതി, അതാണ് എടുക്കുന്നുണ്ടെങ്കിൽ. ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ പൊടീൻ്റെ പച്ചമണമെല്ലാം നല്ല പോലെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ചേർത്തിട്ട് ഇനി ഇതൊന്ന് തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിള വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങ അരച്ചിട്ടല്ല കേട്ടോ, ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 അയില വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു തേങ്ങൻ്റെ പകുതി മുറി മാത്രമേ എടുത്തിട്ടുള്ളൂ തേങ്ങ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അതും ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ തിള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ പെട്ടെന്ന് ആദ്യമേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വേകുന്നതല്ലേ അയിലയും മത്തി അതുപോലുള്ള മീനൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് ഉടയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്ന് തിള വരുന്ന സമയത്താണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർക്കേണ്ടത്. അപ്പോൾ തിളച്ച് നല്ലപോലെ എണ്ണ തെളിയുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട. തിള ഒന്ന് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീൻ വേണമെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തലേൻ്റെ ഇതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ തലേൻ്റെ ഭാഗങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. ഇതുവരെ ഇതുപോലെ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു തലേൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് മീൻകറി വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ട് മീൻ വേവിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന മീനാണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് കയ്യിലിട്ടിട്ട് അങ്ങ് കുത്തി ഇളക്കരുത്. മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും.
അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ ചേർത്തല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഞാനിത് കയ്യിൽ വെച്ചിട്ട് കുത്തി ഉടക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഒരു ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ആക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ മീൻ വെന്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയൊക്കെ പെട്ടെന്ന് അടിഞ്ഞു പോകുന്നതാണ്, അതുകൊണ്ട് മീൻ കഷ്ണങ്ങൾ വെന്ത് നമ്മൾ ചാറ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ചേർക്കുന്നത്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണിത്, അതുകൊണ്ട് ഒരു മാങ്ങേൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ചേർത്തിട്ട് തന്നെ മീൻകറി തയ്യാറാക്കണേ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മാങ്ങയൊക്കെ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കയ്യിൽ വെച്ചൊന്ന് നിരത്തി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇട്ട് ഇളക്കുന്നില്ലേ. എന്നിട്ട് മൂടി വെച്ചിട്ട് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ഇട്ട് വെച്ച കറികൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നില്ലേ, നമ്മൾ മീൻ മുളക് ഇട്ടാലും എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഹോട്ടൽ സ്റ്റൈലിലൊക്കെ മീൻ കറി വെക്കാൻ നമുക്ക് അറിയെങ്കിൽ പിന്നെ നമ്മൾ ഹോട്ടലിലൊന്നും പോയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളിത് ആ മാങ്ങ ഇട്ടതിന് ശേഷം പിന്നെ ആ ഒരു മാങ്ങ വെന്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഇട്ട് കഴിഞ്ഞാലും കയ്യിലിട്ട് ഇളക്കുമ്പോൾ മാങ്ങയൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ലാസ്റ്റിന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് തേങ്ങേൻ്റെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. കാരണം 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് തിളച്ച് കഴിഞ്ഞാൽ പാല് പിരിയാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒന്നുകിൽ അത് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു തേങ്ങേൻ്റെ പാൽ എല്ലാ ഭാഗത്തുനിന്ന് എത്തുന്ന വിധത്തിൽ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ സെർവ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിതിൻ്റെ മേലെ തക്കാളീൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ അങ്ങ് നിരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു തക്കാളി എടുത്തതിൻ്റെ പകുതി ഞാനവിടെ ബാക്കി വെച്ചിട്ടുണ്ടെന്ന്, അപ്പോൾ ഇതുപോലെ ഗാർണിഷ് ചെയ്യാനാട്ടോ ഞാനങ്ങനെ വെച്ചത്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ ആ ഒരു ചൂടിനങ്ങ് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും ഇതുപോലെ ഒന്ന് ചീന്തിയിട്ട് അങ്ങിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ്, അതും കൂടി ഇതിൻ്റെ മേലേക്ക് ചേർത്തിട്ട് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നല്ല പോലെ ഇതിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുറുകും, അതുകൊണ്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്താൽ മതി. ഇതൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് അതിൻ്റെ അടിയിലേക്കൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ലപോലെ ഫ്ലേവർ അതിലേക്ക് അങ്ങ് ഇറങ്ങി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മീൻകറീൻ്റെ തന്നെ ഒരുപാട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണണം കേട്ടോ. നമ്മൾ കണ്ണൂർ ഭാഗങ്ങളിലുള്ള മീൻകറീൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയ വീഡിയോസാണ്. അപ്പോൾ ഇതിൻ്റെ ചാറ് പോലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ കൂടെ ഒന്നും വേറെ വേണമെന്നൊന്നുമില്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ചോറിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് പൊറോട്ട, ചപ്പാത്തി, അതുപോലെ പുട്ട്, ഇടിയപ്പം ഇതിനൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്